ഡീഗ്രേഡിങ്ങിനെ അതിജീവിച്ചുകൊണ്ട് രണ്ടാം വാരവും കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി ദിലീപ് ലാലേട്ടൻ ചിത്രം വഫബ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വഫബ എന്ന് പറയുന്ന സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട്, 11ാം ദിവസമായിട്ടുള്ള രണ്ടാം ഞായറാഴ്ചയായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജനപ്രിയ നായകൻ ദിലീപും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ഒന്നിച്ച ചിത്രമായിരുന്നു വഫബ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയും നവാഗതനായ ധനഞ്ജയ് ശങ്കർ അണിയിച്ചൊരുക്കിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ എത്തി ഇപ്പോഴും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ തീർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫെസ്റ്റിവൽ സിനിമയ്ക്ക് പറ്റിയ എല്ലാ ചെരുവുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വഫബ എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 10ാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 45 മുതൽ 50 ലക്ഷം രൂപയോളം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 11ാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ രണ്ടാം ഞായറാഴ്ചയായിട്ടുള്ള ഇന്നും 50 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. സർവമായ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിന് ഹെവി റെസ്പോൺസ് വന്നത് വഫബ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേരിയ ഇടിവുണ്ടായെങ്കിലും ചിത്രത്തിൻ്റെ കളക്ഷനിൽ വലിയ ഇടിവുണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയാണ് നെഗറ്റീവുകൾ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്തവരെ അതിജീവിച്ചാണ് ഇപ്പോഴത്തെ വഫബ എന്ന് പറയുന്ന ദിലീപ് ചിത്രം ഈ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഒരു വൺ ടൈം വാച്ചുകളായിട്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടാസ്വദിക്കാൻ പറ്റിയ മികച്ച ഒരു ചിത്രം തന്നെയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേടിയ ചിത്രം ഇതിനോടൊപ്പം തന്നെ 45 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ തീർക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ വഫബ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.